കൊച്ചിയിൽ KSRTC ബസ്സിനടിയിൽ കുടുങ്ങിയ സ്ത്രീയെ ബസ് 30 മീറ്ററോളം റോഡിലൂടെ വലിച്ചു കൊണ്ടുപോയി. അപകടത്തിൽ വൈക്കം സ്വദേശിനി ജീബയുടെ കാലിന് ഗുരുതര പരുക്കേറ്റു. സംഭവത്തിൽ KSRTC ബസ് ഡ്രൈവർക്കും കണ്ടക്ടർക്കുമെതിരെ പോലീസ് കേസെടുത്തു. അപകടത്തിന് ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന്. ഗുരുതര പരുക്കേറ്റ ജീവയ്ക്ക് ശസ്ത്രക്രിയ വേണ്ടിവരുമെന്ന് കുടുംബം പറഞ്ഞു. പെട്ടെന്ന് വണ്ടി എടുക്കുകയും ചെയ്ത് ചേച്ചി താഴത്ത് വീണ് ചേച്ചീനെ വലിച്ചോണ്ട് പകുതി വരെ പോയി. ബസ്സുകാർ ശ്രദ്ധിച്ചില്ല. പകുതി എത്തിയപ്പോൾ സ്ലോ ആയപ്പോൾ ചേച്ചി പെട്ടെന്ന് താഴത്തേക്ക് വീഴുകയും ചെയ്ത്. ഇപ്പൊ കാലിന് നല്ല പരിക്കുണ്ട്. കാലെ കൂടെ കയറി ഇറങ്ങിയാൽ പോയുന്നുണ്ട്. തീരെ മേലെന്ന ഡോക്ടർ പറഞ്ഞിരിക്കണത്. എന്തെങ്കിലും സർജറിയും കൂടെ ആവശ്യമായിട്ട് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിവരങ്ങളുമായി സഹിൻ ആന്റണി ഉണ്ട്. സഹിൻ, ഈ ദൃശ്യങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും വ്യക്തമാകുന്നില്ല. എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എങ്ങനെയാണ് ഈ സ്ത്രീ ബസ്സിനടിയിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? അതിന് ഇന്നലെ രാവിലെ 9:48 ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. അതായത് ജീബ എന്ന് പറയുന്ന സ്ത്രീ വൈക്കം സ്വദേശിനിയാണ്. ഇവർ അവിടെ തന്നെ കൊച്ചി കടവന്ത്രയിലെ ഒരു IT കമ്പനിയിലാണ് ഇവർ ജോലിയെടുക്കുന്നത്. അവിടെ ജോലിയെടുക്കുന്ന സ്ത്രീയാണ്. ഇന്നലെ കൊച്ചി കടവന്ത്രയിൽ ബസ് ഇറങ്ങിയ ശേഷം ഇവർ റോഡ് മറിച്ച് കിടക്കുകയായിരുന്നു, അല്ലെങ്കിൽ റോഡ് മുറിച്ച് കിടക്കുകയായിരുന്നു. ഈ സമയത്ത് ഇവരെ ബസ് KSRTC ബസ് ഇടിച്ച് ഈ ബസ്സിനടിയിലേക്ക് ഈ സ്ത്രീ അകപ്പെട്ടു പോവുകയാണ്. ഈ ബസ്സിനടിയിൽ അകപ്പെട്ടു പോയതിനു ശേഷം 30 മീറ്ററോളം ഇവരെ റോഡിലൂടെ ഈ ബസ് വലിച്ചു കൊണ്ടുപോയി. ആ തിരക്കുള്ള ആ റോഡിൽ ഒരു മനുഷ്യൻ പോലും ഇവരെ കൊണ്ടുപോകുന്നത്, ഈ KSRTC ബസ് വലിച്ചു കൊണ്ടുപോകുന്നത് കണ്ടില്ല. ഒടുവിൽ ഈ ബസ് ഒന്ന് ചെറുതായ ഒരു ഹമ്പ് പോലെയുള്ള ഒരു സ്ഥലം ചാടിയപ്പോൾ ആ കുടുങ്ങിക്കിടന്ന ജീബ താഴേക്ക് വീഴുകയായിരുന്നു. താഴേക്ക് വീഴുകയും ഒപ്പം തന്നെ ആ KSRTC ബസ്സിൻ്റെ ടയർ ഇവരുടെ കാലിലൂടെ കയറി ഇറങ്ങുകയും ചെയ്തു. പിന്നീട് ഏറെക്കുറെ ഒരു 10 മീറ്ററോളം മുന്നോട്ട് പോയിട്ടാണ് ബസ് നിർത്തുന്നത് പോലും. അതായത് KSRTC ബസ്സിലെ കണ്ടക്ടറോ ഡ്രൈവറോ ആരും തന്നെ അറിഞ്ഞിരുന്നില്ല ഈ സ്ത്രീ ഇങ്ങനെ ഈ ബസ്സിനടിയിൽ കുടുങ്ങിപ്പോയൊരു കാര്യം. മാത്രമല്ല, ഇത് ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും അശ്രദ്ധയാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം വിളിച്ചു വരുത്തിയതെന്നാണ് പോലീസും പറയുന്നത്. എന്തായാലും പോലീസ് KSRTC കണ്ടക്ടർക്കും ഡ്രൈവർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഈ ബസ് ഇന്നലെ കടവന്ത്ര സ്റ്റേഷനിൽ പിടിച്ചിട്ടിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജീവയ്ക്ക് ഗുരുതരമായ പരിക്കുണ്ട്. അവർ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലാണ്. അവരുടെ മുതുകത്തെ തൊലി മുഴുവൻ പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ കാലിലൂടെ ബസ് കയറി ഇറങ്ങിയത് കൊണ്ട് തന്നെ കാലിൻ്റെ എല്ലുകൾക്ക് പൊട്ടുണ്ട്. ശസ്ത്രക്രിയ വേണ്ടി വരുമെന്നാണ് ഡോക്ടർമാർ പറയുന്നതും. ആതിര, അത്തരത്തിലാണ് റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ KSRTC ബസ്സിനടിയിൽ കുടുങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായത്. ശേഷം ഒരു 30 മീറ്ററോളം ഈ KSRTC ബസ് ഈ യുവതിയെ വലിച്ച് ഇഴച്ചുകൊണ്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. കാലിന് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ളതുമാണ് ലഭിക്കുന്ന വിവരങ്ങൾ. സഹിൻ ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത്.